ഇറാനിൽ അമേരിക്കയുടെ സൈനിക നടപടി ഉണ്ടാകുമോ? ഏറെ ദിവസങ്ങളായി ലോകമൊന്നടങ്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ്. ഒരുപക്ഷെ ഈ ആഴ്ച അവസാനത്തിൽ തന്നെ ഇറാനിൽ US ആക്രമണം ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ് മാത്രം ലഭിച്ചാൽ ആക്രമണത്തിന് സജ്ജമാണ് എന്ന് അമേരിക്കൻ സൈന്യം പറയുന്നു. ഒരു വിമാനവാഹിനി കപ്പലടക്കം 13 യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യൻ തീരത്ത് നിരത്തി അമേരിക്ക ഇറാനെ സമ്മർദ്ദത്തിലാക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിട്ടു. ഇതിനു പുറമെ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യൻ തീരം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചിട്ടുമുണ്ട്. ഇതുകൂടിയാകുന്നതോടെ മേഖലയിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള US സൈനിക സന്നാഹമായിരിക്കും കാണാനാകുക. പ്രസിഡന്റിന്റെ ഒരു ഉത്തരവിനപ്പുറം തീ തുപ്പാൻ തയ്യാറായി അമേരിക്കൻ സൈന്യം കാത്തിരിക്കുകയാണ്. പക്ഷേ ട്രംപ് ഇതുവരെ യുദ്ധത്തിന് അന്തിമാനുമതി നൽകിയിട്ടുമില്ല. ചർച്ചയിലൂടെ ധാരണയിലെത്താമെന്നും ഇറാൻ ആണവ ഡീലിന് തയ്യാറാകുമെന്നും ട്രംപ് പറയുന്നുണ്ട്. ഒത്തുതീർപ്പിന് വഴങ്ങുന്നില്ലെങ്കിൽ യുദ്ധം എന്ന് ആവർത്തിച്ച് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. അങ്ങനെ ഒരു യുദ്ധമുണ്ടായാൽ അവിടെ അമേരിക്ക മാത്രമായിരിക്കില്ല അപ്പോൾ ഇറാനെ ആക്രമിക്കുന്നത്. ഇസ്രയേലിന്റെ കൂടി സംയുക്ത ആക്രമണമായിരിക്കും നടക്കുക. കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന യുദ്ധത്തിന്റെ തനി ആവർത്തനം ഒരുപക്ഷെ സംഭവിച്ചേക്കാം. യുദ്ധക്കപ്പലുകളും ഫൈറ്റർ ജെറ്റുകളും ഇന്ധനം നിറയ്ക്കുന്ന റീഫ്യൂവലിംഗ് വിമാനങ്ങളും അടക്കം വലിയൊരു യുദ്ധസന്നാഹം തന്നെ പശ്ചിമേഷ്യൻ തീരത്ത് അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആഴ്ചകളോളം നീളുന്ന വലിയൊരു യുദ്ധത്തിനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല എന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. നാവിക വ്യോമസേന വിന്യാസം US ശക്തമാക്കിയിരിക്കുകയാണ്. ഇതിനോടകം 150-ൽ-അധികം മിലിറ്ററി കാർഗോ വിമാനങ്ങൾ ഇറാന്റെ പശ്ചിമേഷ്യൻ മേഖലയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഒരുപക്ഷെ ഇനിയും ഇതിലധികം യുദ്ധവിമാനങ്ങൾ എത്താനും സാധ്യതയുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 50-ലധികം യുദ്ധവിമാനങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിച്ചിരിക്കുകയാണ്. ജനീവയിൽ 2ാം ഘട്ട ചർച്ച നടക്കുമ്പോൾ തന്നെയായിരുന്നു ഈ സൈനിക വിന്യാസം എന്നത് ഓർക്കണം. ഇതേ സമയത്ത് തന്നെയാണ് ഹോർമുസ് കടലിടുക്കടച്ച് ഇറാൻ സൈനികാഭ്യാസം നടത്തിയതും US-ന്റെ പടക്കപ്പൽ മുക്കിക്കളയുമെന്ന് ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖമനേയി മുന്നറിയിപ്പ് നൽകിയതും. ഇറാനെ ആക്രമിക്കുന്ന കാര്യത്തിൽ US കമാൻഡർ ഇൻ ചീഫ് ഉപദേശകരോടും സഖ്യകക്ഷികളോടും ഉപദേശം തേടിയിട്ടുണ്ട്. ഏറ്റവും നല്ല നടപടി ഏതാണ് എന്ന് ചോദിച്ചറിയുകയും ചെയ്തു. ഇതും US-ന്റെ സൈനിക വിന്യാസം ശക്തിപ്പെടുത്തലും ചേർത്തു വായിക്കുമ്പോൾ പല കാര്യങ്ങളും മനസ്സിലാകും. നിലവിൽ ഇതുവരെ പശ്ചിമേഷ്യൻ മേഖലയിൽ 13 യുദ്ധക്കപ്പലുകളാണ് US വിന്യസിച്ചിട്ടുള്ളത്. ഇതിലൊന്ന് വിമാനവാഹിനി യുദ്ധക്കപ്പലാണ് USS എബ്രഹാം ലിങ്കൺ. ഇതിനു പുറമെ 9 മിസൈൽ ഡിസ്ട്രോയറുകൾ, 3 ലിറ്റോറൽ കോംബാറ്റ് ഷിപ്പുകളും ഇതുവരെയായി പശ്ചിമേഷ്യൻ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഇതിനു പുറമെയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് R. ഫോർഡ് കൂടി എത്താനിരിക്കുന്നത്. കരീബിയൻ കടലിൽ വെനസ്വേലൻ ദൗത്യമായി ഉണ്ടായിരുന്ന ജെറാൾഡ് R. ഫോർഡ് ഈ മാസം ആദ്യം പശ്ചിമേഷ്യൻ തീരത്തേക്ക് യാത്ര തിരിച്ചു. ഇതും ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവനുസരിച്ചാണ്. 2 ആഴ്ചയ്ക്കകം ഇറാൻ തീരത്തെത്തുന്ന ജെറാൾഡ് R. ഫോർഡിനൊപ്പം 3 ഡിസ്ട്രോയറുകൾ ഉണ്ടാകും. ഡസൻ കണക്കിന് യുദ്ധവിമാനങ്ങൾ വഹിക്കുകയും ആയിരക്കണക്കിന് നാവികർ ഉള്ളതുമായ 2 US വിമാനവാഹിനി കപ്പലുകൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്നത് അപൂർവമാണ്. ഇതിനെല്ലാം പുറമെയാണ് USS ഡെൽബേർട്ട് D. ബ്ലാക്ക് എന്ന മിസൈൽ ഡിസ്ട്രോയർ ഇസ്രായേൽ തീരത്ത് ആഴ്ചകൾക്ക് തന്നെ നങ്കൂരമിട്ടിരിക്കുന്നത്. യുദ്ധക്കപ്പലുകളും വിമാനവാഹിനി കപ്പലും മാത്രമല്ല, യുദ്ധവിമാനങ്ങളുടെ വലിയൊരു ശ്രേണി തന്നെ അമേരിക്ക പശ്ചിമേഷ്യൻ തീരത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഫ്ലൈറ്റ് ട്രാക്കിംഗ് വെബ്സൈറ്റായ ഫ്ലൈറ്റ് റഡാർ 24-ഉം X-ഉം നൽകുന്ന റിപ്പോർട്ടുകൾ ശരിയാണ് എങ്കിൽ അമേരിക്കയുടെ 1ാം നിര വിമാനങ്ങൾ തന്നെയാണ് പശ്ചിമേഷ്യൻ മേഖലയിൽ എത്തിയിട്ടുള്ളത്. F-22 റാപ്റ്റർ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ, F-15, F-16 യുദ്ധവിമാനങ്ങൾ, KC-135 എയർ റീഫ്യൂവലിംഗ് വിമാനങ്ങൾ എന്നിവയടക്കമുള്ള വൻ സന്നാഹങ്ങളാണ് മേഖലയിൽ ഉള്ളത്. 24 മണിക്കൂറിനിടെ 50-ലധികം യുദ്ധവിമാനങ്ങൾ മേഖലയിലെത്തിയെന്നത് സൈനിക വിന്യാസം ശക്തിപ്പെടുത്തുന്നതിൽ വലിയ ചുവടുവെപ്പായി തന്നെ US ഉദ്യോഗസ്ഥരും ഒപ്പം അന്താരാഷ്ട്ര നിരീക്ഷകരും വിലയിരുത്തുന്നു. ഈ സൈനിക നീക്കങ്ങളെല്ലാം കണക്കിലെടുക്കുമ്പോൾ അടുത്തു തന്നെ യുദ്ധം ആരംഭിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. ഒരുപക്ഷെ നീണ്ട ഒരു യുദ്ധത്തിനാണോ അമേരിക്ക കോപ്പുകൂട്ടുന്നത് എന്നും ഈ സന്നാഹങ്ങൾ കാണുമ്പോൾ സംശയിക്കേണ്ടി വരും. പക്ഷേ അത്തരത്തിൽ ആഴ്ചകളും മാസങ്ങളും നീളുന്ന ഒരു യുദ്ധത്തിന് അമേരിക്ക തയ്യാറാകുമോ എന്ന് ഉറപ്പില്ല എന്ന് ചില അന്താരാഷ്ട്ര വിദഗ്ധർ പറയുന്നുണ്ട്. അതിന് പ്രധാന കാരണം ഇറാന്റെ പ്രധാന സഹായികളായ ചൈനയും റഷ്യയും യുദ്ധത്തിൽ ഇടപെടുമോ എന്ന ആശങ്ക തന്നെയാണ്.
ഈ വാരാന്ത്യത്തോടെ ആക്രമണത്തിന് തയ്യാറാണ് എന്ന് US സൈന്യം അറിയിച്ചുവെങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതുവരെ അന്തിമ അനുമതി നൽകിയിട്ടില്ല. ആണവ ചർച്ചകളിൽ ധാരണയായില്ല എങ്കിൽ ആക്രമണം എന്ന് തന്നെയാണ് ട്രംപിന്റെ നിലപാട്. പക്ഷേ അതുവരെ അഥവാ ചർച്ചകളിൽ ഏതെങ്കിലും തരത്തിലുള്ള നീക്കുപോക്ക് ഉണ്ടാകുന്നതുവരെ അക്രമം വേണ്ട എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഒത്തുതീർപ്പിന് വഴങ്ങിയില്ലെങ്കിൽ യുദ്ധമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. അങ്ങനെ ഒരു സാഹചര്യമുണ്ടായാൽ അത് കഴിഞ്ഞ വർഷം ജൂണിൽ നടന്ന യുദ്ധത്തേക്കാൾ കഠിനമായിരിക്കുമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. ഇനിയൊരു ആക്രമണമുണ്ടായാൽ അവിടെ ഇസ്രയേലും അമേരിക്കയുടെ സഖ്യകക്ഷിയായി സംയുക്ത ആക്രമണമായിരിക്കാം നടക്കാൻ സാധ്യത. അപ്പോൾ അത് ആഴ്ചകളോളം നീളുന്ന ഒരു യുദ്ധമായി മാറാൻ സാധ്യതയുണ്ട് എന്നും വിലയിരുത്തലുണ്ട്. ചെറിയ നടപടികൾക്കപ്പുറം പൂർണ്ണ തോതിലുള്ള സൈനിക നടപടിക്ക് സമാനമായ ഒരുക്കങ്ങൾക്ക് ട്രംപ് ഭരണകൂടം തയ്യാറെടുക്കുകയാണ് എന്നാണ് വിവരം. ഇറാനിലെ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണയുമായാണ് ട്രംപും സൈന്യവും ആദ്യമെത്തിയത്. ആക്രമിക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ് എങ്കിലും പ്രക്ഷോഭകാരികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതിൽ നിന്ന് ഇറാൻ പിൻവാങ്ങിയതോടെ കഴിഞ്ഞ മാസം ആക്രമണത്തിന് ഉത്തരവിടുന്നതിൽ നിന്ന് ട്രംപ് പിന്മാറി. എന്നാൽ വൈകാതെ വീണ്ടും ആക്രമണ ഭീഷണിയെത്തി. ഇക്കുറി ആണവ കരാർ വേഗത്തിൽ പ്രാബല്യത്തിലാക്കണമെന്നായിരുന്നു ആവശ്യം. ഇക്കാര്യത്തിൽ ഇപ്പോൾ 2 വട്ടം US-ഉം ഇറാനും ചർച്ച നടത്തിക്കഴിഞ്ഞു. ഈ മാസം ആദ്യം ഒമാനിലും ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ജനീവയിലുമായിരുന്നു ചർച്ചകൾ. എന്നാൽ ഈ ചർച്ചകളിലൊന്നും ഇതുവരെ ഒരു കരാർ ഉണ്ടാകാൻ സാധ്യതയുള്ളതായി യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. അതിനനുസൃതമായി യുദ്ധത്തിന്റെ സൂചനകൾ ശക്തമായി കൊണ്ടിരിക്കുന്നുമുണ്ട്. നിലവിലെ എണ്ണ വിപണിയും ട്രംപിന് ഇറാനെ ആക്രമിക്കാൻ അവസരം നൽകുന്നു. ഒരു ആക്രമണം നടന്നാൽ എണ്ണവില വർദ്ധിക്കുമെന്നതാണ് ട്രംപ് കാണുന്ന നേട്ടം. US-ഇറാൻ ആണവ തർക്കമാണ് ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തർക്ക ഘടകം. ഇക്കാര്യത്തിൽ മാസങ്ങളായി ഇരുകൂട്ടരും ചർച്ച നടത്തി വരുന്നുണ്ട്. പക്ഷേ കാര്യമായ പുരോഗതിയൊന്നും ഉണ്ടായിട്ടില്ല. ഇറാൻ യുറേനിയം സമ്പുഷ്ടീകരണം അവസാനിപ്പിക്കണമെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണമെന്നുമാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. എന്നാൽ ഇക്കാര്യത്തിൽ പൂർണ്ണമായ ഒരു ഒത്തുതീർപ്പിന് ഇറാൻ വഴങ്ങിയിട്ടില്ല. ചൊവ്വാഴ്ച ജനീവയിൽ നടന്ന ചർച്ചയ്ക്ക് പിന്നാലെ കരാറിന് മാർഗനിർദ്ദേശ തത്വങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നു. വിഷയത്തിൽ ചെറിയ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലെവിറ്റും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പുതിയ ആണവ കരാർ വേണമെന്നും ഇറാനിൽ ഭരണകൂടം മാറണമെന്നുമാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നു എന്ന പേര് പറഞ്ഞ് അമേരിക്ക ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതോടെ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി. ഇതാണ് വിലക്കയറ്റത്തിലേക്കും അതുവഴി ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിലേക്കും നയിച്ചത്. ഈ പ്രക്ഷോഭത്തിൽ ഇടപെട്ടുകൊണ്ടാണ് US ഇറാനിൽ സൈനിക നടപടിക്ക് കോപ്പുകൂട്ടിയത്. പിന്നീടാണ് ആണവ കരാർ ചർച്ചയുടെ പേരിൽ സൈനിക നടപടി എന്ന ഭീഷണിയും. ഖമനയി നയിക്കുന്ന ഇറാനിയൻ ഭരണകൂടത്തിന്റെ ദൗർബല്യവും ട്രംപിനെ ആക്രമിക്കാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഘടകമാണ്. ഭരണകൂടത്തിനെതിരെയുള്ള വലിയ പ്രതിഷേധങ്ങളും കഴിഞ്ഞ വർഷത്തെ ഇസ്രായേലി US ആക്രമണങ്ങളും രാജ്യത്തിന്മേലുള്ള ഭരണകൂടത്തിന്റെ പിടിയിൽ അയവ് വരുത്തിയിട്ടുണ്ട്. ഒരു ആക്രമണമുണ്ടായാൽ ഇറാൻ തീർച്ചയായും തിരിച്ചടിക്കുമെങ്കിലും ഇപ്പോഴുള്ള തിരിച്ചടി 1-2 വർഷങ്ങൾക്ക് ശേഷമുള്ളതിനേക്കാൾ പരിമിതമായിരിക്കുമെന്നുമാണ് ഇസ്രായേലും US-ഉം കരുതുന്നത്.